ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽവേളയിൽ വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒരുക്കാം. ഇന്നത്തെ നേരത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ ഏകദേശം അതിൻ്റെ 23 വരെയുള്ള ആ മുഴുവൻ അധ്യായത്തിൽ നിന്നുള്ള ഒരു ദൈവിക ആലോചനയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവ് ഇസ്രായേൽ ജനത്തിൻ്റെ യഥാസ്ഥാപനത്തിനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവായിരുന്നു. പല നിലകളിലുള്ള നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. അപ്പോൾ തന്നെ നെഹമ്യാവ് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളെ നേരിട്ട ഒരു പ്രവാചകൻ, ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകാൽ നെഹമ്യാവിൻ്റെ മേലുണ്ടായിരുന്ന വലിയൊരു നിയോഗമായിരുന്നു യെരുശലേമിൻ്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുക എന്നുള്ളത്. നെഹമ്യാവിന് മേലുണ്ടായിരുന്ന ഒരു ദൈവിക ദൗത്യമായിരുന്നു ഈ മതിലുകൾ പണിയുക എന്നുള്ളത്. ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെ, തൻ്റെ വിശുദ്ധന്മാരിലൂടെ ദൈവം ചെയ്തെടുക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും, പദ്ധതികളും ദൈവം അതാത് സമയങ്ങളിൽ ഓരോരുത്തരെ നിയോഗിച്ച് അത് പൂർത്തീകരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നെഹമ്യാവിൻ്റെ മേലുണ്ടായിരുന്ന ഒരു വലിയ നിയോഗം ഇസ്രായേൽ ജനത്തിനെ നയിക്കുക, അവരെ യഥാസ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവുക, അപ്പോൾ തന്നെ ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേമിൻ്റെ മതിലുകളെ പണിയുക എന്നുള്ളതും തൻ്റെ മേലുള്ള ഒരു വലിയ ദൗത്യമായിരുന്നു. ഈ 4-ാമത്തെ അധ്യായം നെഹമ്യാവ് ഈ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ തനിക്ക് നേരിട്ടതായ ഒരു വലിയ വെല്ലുവിളിയെ തരണം ചെയ്യുന്നതാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മളോട് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവവചന ശുശ്രൂഷയുടെയും എൻ്റെ സന്ദേശത്തിൻ്റെയും തലക്കെട്ട് ചോദിച്ചാൽ ഇങ്ങനെ ഞാൻ പറയും: എങ്ങനെയാണ് പ്രതിസന്ധിയെ നേരിടുക? ഹൗ ടു ഫേസ് ചലഞ്ചസ്. ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിലുള്ള ചലഞ്ചസ് ഉണ്ട്. ആരും തന്നെ വെല്ലുവിളികളില്ലാതെ ഇന്ന് എന്നെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ജീവിതത്തിന് എനിക്ക് ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. ഇൻ ഡിഫറെൻറ്റ് ഡയമെൻഷൻ, ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രി നമുക്കെല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസിനെ നമുക്ക് നേരിടേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാപ്തിയും ബലവും അനുസരിച്ച് അത് നേരിടുക എന്നുള്ളത് ഒരു ദൈവവേദനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ നെഹമ്യാവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ താൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്തു, പ്രതിസന്ധി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തൻ്റെ മേലുണ്ടായിരുന്ന പ്രതിസന്ധി 2 ഫാക്ടേഴ്സ് അതിനുണ്ടായിരുന്നു. തനിക്ക് നേരെ വന്ന പ്രതിസന്ധിയെ 2 പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ 2 വീക്ഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ബാഹ്യമായി വന്ന പ്രതികൂലം അല്ലെങ്കിൽ വെല്ലുവിളി. 2, ഉള്ളിൽ നിന്ന് തന്നെ വന്ന പ്രതിപതി അല്ലെങ്കിൽ ചലഞ്ചസ്, ഉള്ളിൽ നിന്ന് തന്നെ വന്ന പ്രൈസ് ദി ലോർഡ് പ്രതിസന്ധികൾ. അപ്പോൾ 2 പ്രതിസന്ധികളെ നെഹമ്യാവ് നേരിടുകയാണ്. ഒന്ന്, പുറമേ നിന്ന് വന്ന ഒരു പ്രതിസന്ധി. 2, അകത്തുനിന്ന് വന്ന പ്രതിസന്ധി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭയായി നാം ഒന്നിച്ചായിരിക്കുമ്പോൾ, നമ്മൾ ആത്മീയ ജീവിതം കഴിക്കുമ്പോഴുമെല്ലാം നമുക്ക് നേരിടാവുന്നതും ഇതുപോലുള്ള 2 പ്രതിസന്ധിയാണ്. ഒന്ന്, പുറത്തുനിന്ന് വരുന്ന പ്രതിസന്ധി. 2, ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധി. അതിൽ പ്രാരംഭമായിട്ട് പുറത്തുനിന്ന് വരുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഈ 4-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നത് 2 പ്രതിസന്ധികൾ പുറമേ നിന്ന് തനിക്കുണ്ടായി. ഒന്ന്, അതിന് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിച്ചാട്ട്.
ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന സൻബല്ലത്ത് കേട്ടപ്പോൾ ഉം, അവൻ കോപവും മഹാരോഷവും പൂണ്ട് ഉം, യഹൂദന്മാരെ നിന്ദിച്ചു. ഉം, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഉം. അവർ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നെഹമ്യാവ് തൻ്റെ ദൈവനിയോഗമനുസരിച്ചുള്ള മതില് പണിക്ക് താൻ പുറപ്പെട്ടപ്പോൾ തനിക്ക് പുറമെ വന്ന പ്രതിസന്ധിയായിരുന്നു തന്നെ നിന്ദിച്ചു. അല്ലെങ്കിൽ സൻബല്ലത്ത് ഈ വിഷയം കേട്ടപ്പോൾ അവർ മതിൽ പണിയുമോ, അവർക്ക് പണിയാൻ കഴിയുമോ, ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ എന്ന നിലയിൽ പല നിലകളിലുള്ള വാക്കുകൾ കൊണ്ട് നിന്ദിച്ചു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ അനവധി ഇടങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഒരിക്കൽ ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനായ വ്യക്തിയെ നേരിടാനായിട്ട് പോകുമ്പോൾ ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചത്, നീ എൻ്റെ അടുക്കൽ വരാൻ ഞാനൊരു നായോ, കല്ലുമായിട്ട് എന്നെ ആക്രമിക്കാനായിട്ട് വരാനായിട്ട് ഞാനൊരു നായാണോ? അപ്പോൾ ദാവീദിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഗോലിയാത്ത് ദാവീദിനെ നേരിടുന്ന സമയത്ത് താൻ ദാവീദിനെ നിന്ദിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലും യേശു പോയ ഇടങ്ങളിലൊന്നും വലിയ സ്വീകാര്യവും അല്ലെങ്കിൽ അതുള്ള സ്വീകരണം ഒന്നും ലഭിച്ചില്ല. പലയിടങ്ങളിലും തനിക്ക് ഒത്തിരി നിന്ദകൾ നേരിടേണ്ടതായിട്ട് വന്നു. ഇവിടെ നെഹമ്യാവിൻ്റെ ജീവിതവും പരിശോധിച്ച് നോക്കിയാൽ താൻ മതിൽ പണിയാൻ വന്നപ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ളവരായ സൻബല്ലത്തും തോബിയാവും ചേർന്ന് എന്ത് ചെയ്യുന്നു? ഈ നെഹമ്യാവിന് നേരെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു. അപ്പോൾ ഇത് പുറത്തുനിന്ന് വന്ന ഒരു പ്രതിസന്ധിയാണ്. നെഹമ്യാവ് നേരിട്ടതല്ല, നെഹമ്യാവിന് നേരിടേണ്ടി വന്നതല്ല, നെഹമ്യാവിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതല്ല, പുറത്തു നിന്ന് വന്ന പ്രതിസന്ധിയാണ്. തന്നെ ചുറ്റുപാടുമുള്ളവർ വന്ന് എന്ത് ചെയ്യുന്നു? നിന്ദിച്ചു, അല്ലെങ്കിൽ പ്രധാനികളായ വ്യക്തികൾ വന്ന് നിന്ദിച്ചു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. ഈ പുരാതന കാലത്തുള്ള മതിൽ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റിനും പണിയുന്ന 2 ഇഞ്ച് കനത്തിലുള്ള മതിലല്ല. ഈ പുരാതന കാലഘട്ടങ്ങളിലൊക്കെ മതിൽ പണിയുക എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള വലിയ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള വലിയ ഗോപുരങ്ങൾ നിറഞ്ഞതായ മതിലുകളാണ് പണിയുന്നത്. അതായത് ആ മതിലെന്ന് പറയുന്നത് ഒരു ഹൈവേ പോലെ, അതിൻ്റെ മണ്ടയ്ക്കൂടെ വേണമെങ്കിൽ ഒരു വണ്ടി വേണമെങ്കിലും കൊണ്ടുപോകാം. അതിനകത്ത് ഗോപുരങ്ങളുണ്ട്, ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും, ആൾക്കാർക്ക് വിശ്രമിക്കാൻ പറ്റും, റൂമുകളുണ്ട്. അങ്ങനെയുള്ള വിശാലമായ ക്രമീകരണങ്ങളുള്ളതാണ് ഈ മതിലെന്ന് പറയുന്നത്. കാരണം ചുറ്റുപാടുമുള്ള ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണം നേരിടാനായിട്ട് സജ്ജമാകണം. മതിലിൻ്റെ മണ്ടയ്ക്ക് ഈ ടവർ പോലുള്ള ഗോപുരങ്ങൾ വെക്കണം. അതിനകത്തൂടെ ലുക്കൗട്ട്, അതിനകത്തൂടെ വാച്ച് ഔട്ട് ചെയ്യാനായിട്ടുള്ള സൈനികരെ അതിനകത്ത് നിർത്തണം. ഇങ്ങനെയൊക്കെയുള്ള വലിയ സംവിധാനങ്ങളുള്ളതാണ് ഈ മതിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോബിയാബ് പറയുന്നൊരു വാക്കാണ്, ഇത് ഒരു കുറുക്കൻ കയറിയാൽ പോലും ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബലമുള്ളെന്ന്. അങ്ങനെ ഈ നെഹമ്യാവ് തൻ്റെ ചുറ്റുപാടുമുള്ള തൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നിന്ദകൾ നേരിടുന്നു. മാത്രമല്ല, സൻബല്ലത്തും തോബിയാവും മാത്രമല്ല, നമ്മളതിന് 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ ചേർന്ന് നെഹമ്യാവിന് നേരെ ഒരു ശത്രു സൈന്യം പോലെ ചുറ്റുമുള്ളവരുടെ ചേർന്ന് നെഹമ്യാവിനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. 7-8 വാക്യങ്ങളൊന്ന് വായിക്കാമോ? യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങി എന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് കൂടി കൂട്ടുകെട്ടുണ്ടാക്കി. അപ്പോൾ ഒരു കാര്യം ഓർക്കണം,
ദൈവ പൈതലിനെ തകർക്കാനായി ദൈവ പൈതലിന് നേരെ വരുന്നതായ ഏത് വെല്ലുവിളിക്കും ശത്രുക്കൾ ഒന്നിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയമായി നാം ജീവിക്കുമ്പോൾ നമ്മെ തകർക്കാനായി, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇല്ലാതെയാക്കാനായി, നമ്മുടേതായ മുന്നോട്ടുള്ള ഗതിയെ പലപ്പോഴും തകർക്കാനായി നമുക്ക് നേരെ വരുന്ന ശത്രു ഒറ്റയ്ക്ക് വരത്തില്ല. ശത്രുക്കളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ആണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ അയൽ രാജ്യക്കാരൊക്കെ തമ്മിൽ വലിയ ബന്ധമൊന്നുമുള്ളവരല്ല. എന്നാൽ മതിലിന്റെ പണി തീരുന്നു എന്ന് കണ്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സൻബല്ലത്തും തോബിയാവും അമോന്യരും ചുറ്റുമുള്ള സകലർക്കും കോപം നിന്നിച്ചിട്ട് അവരെല്ലാം ഒന്നിച്ച് കൂടിയിട്ട്, അവരെല്ലാം ഒന്നിച്ച് വന്നു ചേർന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? പ്രൈസ് കൂട്ടുകെട്ടുണ്ടാക്കി അവർ നെഹമ്യാവിനെതിരെ വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗം വിശദീകരിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിലും നിന്ദിക്കുന്ന അല്ലെങ്കിൽ ശത്രുക്കൾ ഒന്നിച്ചു കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മെ ആത്മീയമായി തളർത്തിക്കളയാൻ, ആത്മീയമായി ഇല്ലാതെയാക്കാൻ, നമ്മുടെ ഭൗതിക തലത്തിൽ നമുക്ക് നേരെ വെല്ലുവിളി ഉയർത്താനായി, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും പല നിന്ദകളും വാക്കുകളും അതോടൊപ്പം തന്നെ ഒന്നിച്ചു കൂടുന്ന ശത്രുവിൻ്റെ അനുഭവങ്ങളൊക്കെയും നമ്മെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു ദൈവ പൈതൽ നേരിടേണ്ട വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബാഹ്യമായി വരുന്ന വെല്ലുവിളികൾ ഒരിക്കൽ പോലും നമ്മൾ പറയാതെയോ നമ്മൾ ക്ഷണിക്കാതെയോ നമ്മുടെ നേരെ വരും. അത് ഏത് സാഹചര്യത്തിലും അതിനെ നേരിടുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നെഹമ്യാവിന്റെ ജീവിതത്തിൽ തൻ്റെ നേരെ വന്ന ബാഹ്യമായ വെല്ലുവിളികളെ താൻ വളരെ സധൈര്യത്തോടെ നേരിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഒറ്റയ്ക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഒരുപക്ഷെ നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ സഹവിശ്വാസികൾ ഒരുപക്ഷെ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ദിക്കുന്ന പല അനുഭവങ്ങൾ കടന്നു വന്നാലും ഒരു ദൈവവേദൽ തീർച്ചയായിട്ടും ശക്തിയോടെ ദൈവസന്നിധിയിൽ നിലനിൽപ്പാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ഈ വെല്ലുവിളികളെല്ലാം ഉള്ള ഒരു അനുഭവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നാം വായിക്കുന്നത് ഒരു ഇന്റേണൽ കോസാണ്. പ്രാരംഭത്തിൽ നമ്മൾ കണ്ടത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. അതായത് സൻബല്ലത്തും തോബിയാവും അമോന്യർ സൈന്യവും മറ്റ് ചുറ്റുമുള്ളവരെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആക്രമണമാണെങ്കിൽ, രണ്ടാമത്തത് ഇച്ചൂടെ ഗൗരവമായി ചിന്തിക്കേണ്ടത് നെഹമ്യാവിന് മനസ്സിലായത്, എൻ്റെ മേലുള്ള വെല്ലുവിളി ഒരിക്കലും പുറമേ ഉള്ളത് മാത്രമല്ല, അകമേയുള്ള ചില വെല്ലുവിളികളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുറമേയുള്ള വെല്ലുവിളികൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം, പുറമേയുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടാൻ നമ്മൾ ഒരുപക്ഷെ തയ്യാറാകും. എന്നാൽ ഉള്ളിൽ നിന്ന് വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കുകയും നേരിടുകയും ചെയ്യണം. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഇന്റേണലായിട്ടുള്ള ഉള്ളിൽ നിന്ന് വന്ന പ്രതിസന്ധിയെ താൻ അവിടെ അറിയിക്കുകയാണ്. 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യഹൂദിയർ ചുമട്ടുകാരുടെ ശക്തിയും ക്ഷയിച്ച് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മതിൽ പണിയാൻ ആരംഭിച്ചു എങ്കിൽ തൻ്റെ കൂട്ടർ, താൻ പണിയാനാണെങ്കിൽ താൻ നിയോഗിച്ചതായ പണിക്കാർ, അതായത് ചുമട്ടുകാരുടെയും ശക്തി ക്ഷയിച്ച് പോകുന്നു. നെഹമ്യാവ് വളരെ പ്ലാനിങ്ങോടുകൂടെ, വളരെ കൃത്യമായ ആലോചനയോടുകൂടി നെഹമ്യാവ് മതിൽ പണി ആരംഭിക്കുകയാണ്. എന്നാൽ പണി മുന്നോട്ട് പോകുന്തോറും എന്താ സംഭവിക്കുന്നത്? തൻ്റെ തന്നെ ആളുകളുടെ ബലം ക്ഷയിച്ചു പോവുകയാണ്. ചുമട്ടുകാരുടെയും ശക്തി ക്ഷയിച്ച് പൊക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ തുടക്കം വളരെ ആവേശത്തിലായിരുന്നു. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്: അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു വേല ചെയ്യുവാൻ. വായിച്ചോ ബ്യൂല. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാത്തി പൊക്കം വരെ തീർത്തു.
നോക്കിക്കേ, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായതുകൊണ്ട് മതിൽ എന്ത് ചെയ്തു? മുഴുവൻ പകുതി പൊക്കം വരെ തീർത്തു. തുടക്കം വളരെ ആവേശത്തിലായിരുന്നു, ജനത്തിന് ഉത്സാഹമായിരുന്നു. മതിൽ പകുതി പൊക്കം വരെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് പണിത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. മതിൽ മുഴുവനും പകുതി പൊക്കം വരെ തീർന്നു. ഇതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ഉത്സാഹം. എന്നാൽ പിന്നത്തേതിൽ എന്താ സംഭവിച്ചത്? 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ച് പോകുന്നു. 6ാം വാക്യത്തിൽ ഉത്സാഹത്തോടെ നിന്നതായ യഹൂദ്യർ 10ാം വാക്യത്തിൽ ശക്തി ക്ഷയിച്ചവരായി മാറി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ തുടക്കത്തിലുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. ആത്മാവിൻ്റെ നിയോഗത്തിൽ നമുക്കുണ്ടാകുന്ന വലിയൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. പലപ്പോഴും ആത്മീയ തലത്തിലൊക്കെ നമ്മൾ ഒത്തിരി ശക്തിപ്പെടുവാനായി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആരംഭം കുറിക്കും, അല്ലേ? പലപ്പോഴും ഈ ആണ്ടിൻ്റെ അവസാനത്തെങ്കിൽ എത്തി നിൽക്കുമ്പോൾ ഇത് വളരെ ഒരു റിമൈൻഡറാണ്. ജനുവരി മാസമാകുമ്പോൾ, ഡിസംബർ മാസം അവസാനമാകുമ്പോൾ നമ്മളെല്ലാവരും ഒരു വലിയ തീരുമാനമെടുക്കും. കഴിഞ്ഞ വർഷമോ ഞങ്ങൾക്ക് ഇതൊക്കെ ആലോചിച്ചു ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, നടന്നില്ല. ദൈവം അനുവദിച്ചാൽ ജനുവരി മാസം തൊട്ട് ഞാൻ ഇനി വളരെ പെർഫെക്റ്റായിട്ട് പോകുമെന്ന് നമ്മളെല്ലാം തീരുമാനമെടുക്കും. മേ ബി ഒരു ജനുവരി മാസമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകും. എന്നാൽ അടുത്ത മാസം തൊട്ട് വീണ്ടും തദൈവ, അതുപോലെ തന്നെ തിരിച്ച് താഴോട്ടൊരു പോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിനും നമ്മൾ ആത്മീയമായി മുന്നേറാൻ ആഗ്രഹിക്കുമ്പോഴും അതിന് നേരെ വരുന്ന വെല്ലുവിളി പുറത്തുനിന്നുള്ള സൻബല്ലത്തും തോബിയാബുമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാത്രം ചൂണ്ടിക്കാണിക്കാതെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതിസന്ധിയിലായതെന്ന് വിചാരിക്കാതെ, നമ്മളിൽ എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചാൽ ഇന്ന വ്യക്തികൾ നിമിത്തമാണ് എനിക്ക് പ്രയാസമുണ്ടായത്, ക്ഷീണം സംഭവിച്ചത്, ഞാൻ പുറകോട്ട് പോയത്, ഞാൻ പിന്മാറ്റത്തിലേക്ക് വന്നത്, ഞാൻ പിന്മാറേണ്ടി വന്നതെല്ലാം മറ്റൊരാളുടെ റീസൺ ആയിരിക്കത്തില്ല. ഇറ്റ് ഈസ് ഓൾസോ മേ ബി ഓഫ് സം ഇന്റേണൽ കോസ് വിത്തിൻ അസ്. നമ്മളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മളോട് തന്നെ നമുക്ക് നോക്കണം. ഇത് മറ്റൊരാളുടെ മേൽ പഴിചാരാനുള്ളതല്ല, മറിച്ച് എൻ്റെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ശക്തി ക്ഷയിച്ചില്ലേ? എൻ്റെ ആവേശം പോയില്ലേ? എൻ്റെ ആ തീരുമാനം എവിടെ പോയി? എൻ്റെ ആ മുന്നോട്ട് പോകണമെന്നുള്ള എൻ്റെ താല്പര്യം എവിടെയായി? അപ്പോൾ there is an internal cause which says there is a fatigue. ശക്തി ക്ഷയിച്ചു പോയി, നമുക്കൊരു ക്ഷീണം സംഭവിക്കുന്നു, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ ആത്മീയമായി മുന്നേറാൻ കഴിയുന്നില്ല, പഴയതുപോലെ ആത്മീയ തീഷ്ണത നമുക്കില്ലാതെയാകുന്നു. സോ ദിസ് ഈസ് എ ചാലഞ്ച് which happens within us, fatigue. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നാം മുന്നേറുമ്പോൾ നമ്മളുടെ ശക്തിയെ പുതുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ബലം നമ്മെ ശക്തീകരിക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിലും ഹല്ലേലൂയ, ഒരു കഴുകൻ ചിറകടിച്ച് ഉയരുന്നത് പോലെ ശക്തിയെ പുതുക്കിക്കൊണ്ട്, നമ്മൾക്ക് എവിടെയാണോ ശക്തി കുറയുന്നത് തോന്നുന്നത്, എവിടെയാണോ നമ്മുടെ ബലം പോകുന്നത് തോന്നുന്നത്, നമ്മുടെ ശക്തിയെ ബലപ്പെടുത്തിക്കൊണ്ട്, ശക്തിയെ പുതുക്കിക്കൊണ്ട് നമ്മൾ ആത്മീയമായി മുന്നേറണം. എവിടെയാണോ ബാറ്ററി ഡ്രെയിൻ ആകണം തോന്നുന്നത്, അവിടെ നാം ചടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മൾ റീചാർജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. രണ്ടാമത്തെ ഇന്റേണൽ കോഴ്സ്, തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി, വെല്ലുവിളിയുടെ രണ്ടാമത്തെ ആന്തരികമായ കാരണം, ബാഹ്യമായ കാരണങ്ങൾക്കപ്പുറത്ത് ആന്തരികമായ കാരണം. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ തന്നെ 10ാമത്തെ വാക്യം തന്നെ വായിക്കും. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു. സോ മച്ച് ഓഫ് റബിൾസ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇനി അവിടുന്ന് നീക്കം ചെയ്യേണ്ടതായ പല കാര്യങ്ങളും അവിടെ അവശേഷിക്കുകയാണ്.
മതിൽ പണിയുമ്പോൾ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം, അതിൻ്റെ സാമഗ്രികൾ സജ്ജീകരിക്കണം, അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ കാണാൻ പാടില്ല. പക്ഷെങ്കിൽ ഇവിടെ നെഹമ്യാവിന് മനസ്സിലായി, പകുതി പൊക്കം വരെ ഉത്സാഹത്തിക്കൊണ്ട് പോയെങ്കിലും പിന്നീട് നോക്കിയപ്പോഴാണ് കാണുന്നത് there are some reminders of rubbles, കല്ലും മണ്ണും അവിടെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ട് മതിൽ പണി മുന്നോട്ട് നടക്കുന്നില്ല. ഇത് നമ്മുടെ ആത്മീയ ജീവിതവുമായി നാം ഒന്ന് തട്ടിച്ചു നോക്കിയാൽ, ആത്മീയ അനുഭവമായിട്ട് നമുക്കൊന്ന് തട്ടിച്ച് പഠിച്ചു നോക്കിയാൽ, പലപ്പോഴും നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായ ചില ഗാർബേജസ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ മതിൽ പണി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ, അതിനെ വെല്ലുവിളിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഇന്റേണൽ കോസ്, ആന്തരികമായ ഒരു കാരണമാണ്. we contains or we have some garbages within us. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് വേണ്ടാത്തതായ ചിലത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട്, നമ്മളിലുള്ളത് കൊണ്ട് we are not able to come up. നമുക്ക് വളരാൻ കഴിയുന്നില്ല, നമ്മുടെ മതിൽ പണി നടക്കുന്നില്ല, മുന്നേറാനായിട്ട് കഴിയുന്നില്ല. So the very important message here is we have to remove the garbages from our mind and hearts. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ നമ്മെ ആത്മീയമായി മുന്നേറാൻ കഴിയാതെ ഉള്ള നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടേതായ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിലുള്ള ഗാർബേജസ് ഇല്ലാതെയാക്കണം. കല്ലും മണ്ണും എടുത്തു മാറ്റണം. ആവശ്യമില്ലാത്തതായ ചിന്തകൾ മാറ്റണം, ആവശ്യമില്ലാത്തതായ ആലോചനകൾ മാറ്റണം, ആവശ്യമില്ലാത്തതായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പല അനുഭവങ്ങൾ നമ്മളിൽ നിന്ന് മാറുവാനായിട്ടിടയായി തീരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാക്യം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ എത്രമാത്രം ഉള്ളിൽ പ്രൈസ് ദി ലോർഡ് ആവശ്യമില്ലാത്തതായ സംഗതികൾ ഉണ്ടാകുമോ, ആവശ്യമില്ലാത്തതായ അനുഭവങ്ങൾ ഉണ്ടാകുമോ, അതെല്ലാം നമ്മെ ഹല്ലേലൂയ ആത്മീയമായി തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി നമ്മൾ മുരടിപ്പിലേക്ക് പോവുകയാണ്. ആത്മീയമായി നമുക്ക് മുന്നേറാൻ കഴിയാത്തതായ അനുഭവത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, so let's evaluate the garbages in our minds, so that we are not able to come up, so we are not able to rise up because of the garbages inside, garbages of life. Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ആത്മീയമായി മുന്നേറാനായിട്ട് വിളിക്കപ്പെട്ടവർ, ആത്മീയമായി നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നവർ, എന്നാൽ നമ്മെ തളർത്തുന്ന ഒരു ഇന്റേണൽ കോസ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിബിൾസ് ദാറ്റ് വി ഹോൾഡ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ഗാർബേജസ് ആണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ കല്ലും മണ്ണും നീക്കിയെങ്കിലേ വി വിൽ ഏബിൾ ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വളരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ എല്ലാ മാലിന്യതകളും ഇല്ലാതെയാകണം. മാലിന്യതകൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വളർച്ച പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഒരു ഇന്റേണൽ കോസ് അവിടെ വീണ്ടും പറയുന്നത് 10ാമത്തെ വാക്യം തന്നെ, കല്ലും മണ്ണും ഇനി വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മേലെയുള്ള ഒരു ചലഞ്ച്, ആന്തരികമായി വരുന്ന ചലഞ്ചാണ് ഭയം. സാധിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, അയ്യോ എന്നെയും കൊണ്ട് സാധിക്കത്തില്ല, എന്നെയും കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, എന്നെയും കൊണ്ട് ഈ കാര്യം നേടിയെടുക്കാൻ കഴിയത്തില്ല, ഈ ജോലി എന്നെയും കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, ഈ ടാസ്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, ഇതിന് ഞാൻ പ്രാപ്തനല്ല, ഇതിന് ഞാൻ പ്രാപ്തയല്ല, ഇത് എന്നെയും കൊണ്ട് കഴിയുന്ന കാര്യമല്ല, ഇത് മുന്നോട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, ഇത് വളരെ ഹെർക്കുലിയസ് ടാസ്ക്കാണ്, ഇത് എന്നെ കൊണ്ട് മുന്നോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്ന ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് പലപ്പോഴും വെല്ലുവിളി നിൽക്കുന്നത് നമ്മുടെ ഭയം തന്നെയാണ്. എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളുണ്ട്.
ഒരുപക്ഷെ പലയിടത്ത് നാം പരാജയപ്പെടുമ്പോൾ നമ്മളോട് തന്നെ ചിന്തിക്കുന്ന നമ്മുടെ ഒരു വേദന ഇതാണ്, കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഐ കാനോട്ട് ഡു. പ്രൈസ് ദി ലോർഡ്. മതിൽ പണി മുന്നോട്ട് ഉത്സാഹത്തോടെ നടന്നുപോയി. എന്നാൽ പകുതി പൊക്കം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം തട്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരോടെങ്കിലും ഇന്ന് ഈ പകൽക്കാലം ദൈവാത്മാവിൽ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്ന നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ പുറത്താക്കുക. ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ മുന്നോട്ടുള്ള ഗതിയെ തടസ്സപ്പെടുത്തുന്ന ഉള്ളിലെ ഭയം, എനിക്ക് കഴിയത്തില്ല എന്നുള്ള ഭയം പുറത്താക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിലെ ഭയത്തെ പുറത്താക്കിയിട്ട് വിശ്വാസത്താൽ പറയാൻ എനിക്ക് കഴിയും. ദാവീദ് അതല്ലേ ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും 10 അടി ഉയരം നിൽക്കുന്ന ഗോലിയാത്തിനെ കണ്ടിട്ട് ചെറുബാലനായിരിക്കുന്ന ദാവീദ് വിളിച്ചു പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ അടുക്കിലേക്ക് എൻ്റെ സർവശക്തനായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നിന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് മറ്റൊരു അവസരത്തിൽ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധിയെ എനിക്ക് നേരിടാൻ കഴിയും. ഐ ക്യാൻ ഫേസ് ഇറ്റ്. ഞാൻ അതിനെ നേരിടും, എനിക്ക് കഴിയും എന്നുള്ള ഉറപ്പ് നമ്മെ ബലപ്പെടുത്തുന്നുവെങ്കിൽ ഒരുപക്ഷെ കാലതാമസം ഉണ്ടായേക്കാം. പണിയുടെ പുരോഗതിക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വന്നേക്കാം. ആദ്യം നല്ല ഉത്സാഹത്തിൽ മുന്നോട്ട് കയറിപ്പോയി, എന്നാൽ ഇടയ്ക്ക് വെച്ച് അത് നിൽക്കേണ്ടി വന്നു. നമ്മുടെ ഗ്രാഫ് ഒന്ന് സ്റ്റക്ക് ആയതുപോലെ, നമ്മുടെ ഗ്രാഫ് ഒന്ന് സ്റ്റാഗ്നന്റ് ആയതുപോലെ, ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇല്ല, നമ്മുടെ ഭയം മാറ്റിയിട്ട് എനിക്ക് കഴിയുമെന്ന് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് പറയാനായിട്ട് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മൾ പിറകോട്ട് പോകുന്നത് നമ്മുടെ ഭയമാണ്. It is only because of our fear. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സൻബല്ലത്തും തോബിയാവും കൂടെ ഉള്ളവരെല്ലാം വന്നപ്പോൾ നെഹമ്യാവിനും കൂടെ ഉള്ളവർക്കും തോന്നി, അയ്യോ, ഇനി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ശത്രു സൈന്യം ഒന്നിച്ചാലോചന കൂട്ടി അവരുടെ അടുക്കലേക്ക് വരുന്ന സന്ദർഭം, ആ ഒരു നിമിഷത്തിൽ അവർക്ക് മനസ്സിലായി, അയ്യോ, ഞങ്ങളുടെ ശക്തി ക്ഷയിച്ചു, ഞങ്ങൾക്കിനിയും കഴിയത്തില്ല. ഭയമുള്ളിൽ തട്ടി. കർത്താവ് ദൈവാത്മാവിൽ ഒരു കാര്യം കൂടെ വിളിച്ചു പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് നേരെ ഉയരുന്ന എത്ര വലിയ ശത്രുവിൻ്റെ കോട്ടയാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ എണ്ണം വർദ്ധിച്ചാലും, പ്രൈസ് ദി ലോർഡ്, ദൈവത്താൽ ഒരു കാര്യം നമുക്ക് സാധിക്കുമെന്നുള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഭയത്തെ നമുക്കില്ലാതെയാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രൈസ് എനിക്ക് കഴിയത്തില്ല എന്നുള്ള മണ്ഡലത്തിൽ നിന്ന് എനിക്ക് കഴിയും. പ്രൈസ് ഉള്ള ഭയത്തെ ഞാൻ ഇല്ലാതെയാക്കും. 4ാമത് തൻ്റെ ഉള്ളിൽ ആന്തരികമായി വന്ന ഒരു പ്രതിസന്ധി, അതിൻ്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുന്നിൽ ദൈവസന്നിധിയിൽ നെഹമ്യ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ശത്രു ഓൾറെഡി വന്നു, എന്നാൽ അവരെ കൊന്ന് പണി മുടക്കുന്നവരെ അവർ ഒന്നും അറിയുകയോ കാണുകയോ അരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സെക്യൂരിറ്റി സർവൈലൻസ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഉണ്ടാകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. ഇവിടെ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇനി ഇതൊന്ന് ചെയ്യാതിരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നെഹമ്യ പറയാണ്, ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്താൽ എന്ത് ചെയ്യും, ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നവരെ അവരൊന്നും അറിയുകയോ കാണുകയോ അരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എ അൺസെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷിതത്വമില്ലായ്മ എന്നുള്ള ചിന്ത, ഐ ആം വെരി വർണബിൾ എന്നുള്ള ചിന്ത, ഞാനൊന്ന് സേഫ് അല്ല എന്നുള്ള ചിന്ത, അത് പലപ്പോഴും
ഇസ്രായേൽ ജനത്തിന് പ്രതിസന്ധിയായി നേരിടുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഇവിടെ 4 പ്രധാനപ്പെട്ട ഒരു ആന്തരിക ഭയം, ആന്തരിക വെല്ലുവിളി. 1, തൻ്റെ ശക്തി പോയെന്നുള്ള ചിന്ത. 2, ഇനി ഒത്തിരി ഗാർബേജസ്, ആവശ്യമില്ലാത്തത് ജീവിതത്തിൽ ബാക്കിയാകുന്നു എന്നത് ഒരു വെല്ലുവിളിയാണ്. 3, പ്രൈസ് ദി ലോർഡ്, ഭയം, എനിക്ക് കഴിയത്തില്ല എന്നുള്ള ഭയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ സുരക്ഷിതത്വം ഇല്ലാത്തതായ, ഞാനൊരു വർണബിളാണ്, സുരക്ഷിതമില്ലാത്തവരാണ് എന്നുള്ള ചിന്ത ആന്തരികമായി ഈ ജനത്തെ അവരുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായി നിന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ പണിയെ മുടക്കിക്കളയാനായി ശത്രുക്കൾ വന്നപ്പോൾ അവർക്ക് തോന്നി, വി ആർ നോട്ട് സെക്യൂർ, ഞങ്ങളുടെ പണികൾ മുടക്കിക്കളയും. ഞങ്ങളുടെ ശത്രുക്കളോ, നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നവരെ അവർ ഒന്നും അറിയുകയോ കാണുകയോ അരുതേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുന്നിൽ ഒരു അൺസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്ത്, ഞങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇത് പലപ്പോഴും ഒരു പ്രതിസന്ധിയുടെ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നെഹമ്യാവിൻ്റെ ജീവിത തലത്തിൽ നിന്നാണ് ഇത് പറയുന്നതെങ്കിലും ഇത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രായോഗികമാണ്. അപ്പോൾ 2 തരത്തിലുള്ള പ്രതിസന്ധി വന്നു. 1, പുറമേ വന്ന പ്രതിസന്ധി. അത് ഹല്ലേലൂയ, നെഹമ്യാവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. 2, തൻ്റെ ആന്തരികമായ ഉള്ളിൽ നിന്ന്, അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന്, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വന്ന ആന്തരിക വെല്ലുവിളി. അതിനെ പരിഹരിക്കാനായിട്ട് കഴിയണം. അതാണ് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ നെഹമ്യാവ് അതിനുള്ള ചില പരിഹാരങ്ങളുടെ നിർദ്ദേശിക്കുകയാണ്. ഈ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ ചില നിർദ്ദേശങ്ങൾ നെഹമ്യാവ് നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1, ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ 4-5 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാർ ആയിരിക്കുന്നു. അവരുടെ നിന്നെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ചോ. പ്രവാസത്തിൽ അവരെ പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ അവർ നിന്നെയും കോപിപ്പിച്ചിരിക്കാൽ അവരുടെ അകത്യം മറയ്ക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയരുതേ. 14 ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിക്വസ്റ്റ് ടു ഗോഡ്. നെഹമ്യാവ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വലിയ അഭ്യാസമൊന്നും കാണിക്കണ്ട, നിങ്ങൾ വലിയ സ്ട്രാറ്റജി ഒന്നും ചെയ്തില്ലെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ഡു വൺ സിമ്പിൾ തിങ്. ദൈവത്തോട് നിലവിളിക്കുക. ക്രൈ അൺടു ദ ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളിക്ക് നേരിടാനുള്ള ഒറ്റ മരുന്ന്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് പ്രാരംഭത്തിൽ പറയാൻ കഴിയുന്ന ഒറ്റ കാര്യം അതേ ഉള്ളൂ. ജസ്റ്റ് റിക്വസ്റ്റ്, ജസ്റ്റ് ക്രൈ ഔട്ട്. ദൈവത്തോട് പറയുക, ദൈവത്തോട് അപേക്ഷിക്കുക. എൻ്റെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിക്കും ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മരുന്നെന്ന് പറയുന്നത്, ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് ക്രൈ ഔട്ട് ഇൻ ടു ദ ലോർഡ്. ദൈവത്തിന് മുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേട്ടിട്ട് നമുക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഇന്നീ പകൽക്കാലം
ദൈവസന്നിധിയിൽ കരഞ്ഞ് ഒരുപക്ഷെ നമ്മൾ വിലപിച്ച് കരഞ്ഞ് നമ്മുടെ കണ്ണുനീർ വറ്റിയിട്ടുണ്ടാകാം. എന്നാൽ നിർത്തരുത്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവനെ ദൈവം കടാക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചപ്പോൾ തിക്കിനും തിരക്കിന്റെ നടുവിലൂടെ നടന്നു വന്ന യേശുവിന്റെ മുന്നിൽ യേശു, ഹല്ലേലൂയ, ആ വാക്കുകളുടെ മുമ്പിൽ, ആ വിലാപത്തിന്റെ മുമ്പിൽ, ആ കരച്ചിലിന്റെ മുമ്പിൽ, ആ ശബ്ദത്തിന്റെ മുമ്പിൽ യേശു നിന്നു. യേശുവിന് വേണേൽ കടന്നു പോകാമായിരുന്നു. യേശു തിക്കും തിരക്കിന്റെ നടുവിലൂടെ വളരെ ധൃതിയിൽ യേശു മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ആവശ്യബോധത്തോടെ ഒരുവൻ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച നിലവിളിയുടെ മുമ്പിൽ യേശുവിന് ആ നിലവിളി കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, ആ നിലവിളി മൈൻഡ് ചെയ്യേണ്ട, അത് വിട്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യേശു മുന്നോട്ട് പോയില്ല. ആ നിലവിളിക്കുന്നവന്റെ ശബ്ദം എത്ര തിരക്കാണെങ്കിലും, എത്ര പ്രതിസന്ധിയിലൂടെ, എത്ര ബദ്ധപ്പാടോടുകൂടിയാണ് യേശു നടന്നു പോകേണ്ടി വന്നതെങ്കിലും, നിലവിളിച്ച ശബ്ദത്തിന്റെ മുമ്പിൽ, നിലവിളിച്ചവന്റെ മുന്നിൽ യേശു നിന്നു. തിക്കിനും നിരക്കിനുള്ള നടുവിലൂടെ നടന്നു പോകുന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒരാൾ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ആവശ്യബോധത്തോടെ യേശുവിന്റെ അടുക്കൽ സമീപിക്കുന്ന, വിളിക്കുന്ന, അപേക്ഷിക്കുന്ന, കരയുന്ന ഒരുവനെ ദൈവം സഹായിക്കും. അതിനൊരു മറുപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. സോ ഫസ്റ്റ് തിങ്, the remedy to face our challenge is cry out, request to the Lord. രണ്ടാമത്തെ ഒരു കാര്യം നെഹമ്യാവ് അവിടെ ചെയ്ത റെമഡി, ഒരു പരിഹാരം ഇതാണ്. അതിന്റെ 13ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 4:13. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ആമേൻ. ഇത് നെഹമ്യാവ് തൻ്റെ പദ്ധതികൾക്ക് ഒരു വെല്ലുവിളി ഉണ്ടായെന്ന് കണ്ടപ്പോൾ തൻ്റെ ജനത്തെ നെഹമ്യാവ് നിയോഗിച്ച നിയോഗങ്ങൾക്കൊരു റീ അറേഞ്ച്മെന്റ് വരുത്തി. 3ാമത്തെ അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ നെഹമ്യാവ് ആദ്യം ഒരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. ഓരോ മതിലിന് പണിക്കാരെ പല ക്രമീകരണത്തിൽ ഓരോരുത്തരെ പല ഇടങ്ങളിൽ, പല കോണുകളിൽ, പല മതിലിൻ്റെ പല ഭാഗങ്ങളിലെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 3ാം അധ്യായം വായിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാകാം. എന്നാൽ പ്രതിസന്ധി വന്നപ്പോൾ 4ാമത്തെ അധ്യായത്തിൽ നെഹമ്യാവ് ചെയ്ത കാര്യമാണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹി വാസ് റെഡി ടു റീഓർഗനൈസ്, ഒന്നുകൂടെ പുനർക്രമീകരിക്കാനായിട്ട് ഇടയായി. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും വെല്ലുവിളിയുടെ നടുവിൽ നമ്മൾ എപ്പോഴും ഒരേ പാറ്റേൺ ആണ് അവലംബിക്കുന്നത്. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വാട്ട് ഗോഡ് ഈസ് ഡിമാൻഡിങ് ഈസ് ടു റീഓർഗനൈസ് യുവർ പ്രയോറിറ്റീസ്, റീഓർഗനൈസ് യുവർ പൊസിഷൻസ്, പ്രയോറിറ്റീസ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പ്രതിസന്ധിക്ക് നമ്മൾ എടുത്ത ഒരു പ്രയോറിറ്റി, ഒരു നിലപാട് അതിന് യോഗ്യമായിരിക്കാം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ആത്മീയമായി മുന്നേറണമെങ്കിൽ വി നീഡ് എ റീഓർഗനൈസേഷൻ, ഒന്നുകൂടെ പുനർക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങളുടെ അപ്പച്ചന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ പഴയ പല്ലവി തുടരുന്നത് ചിലപ്പോൾ അപകടമാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ വി നീഡ് ടു വെരി വിജിൽ ആൻഡ് ടേക്ക് ദി റിസോർട്ട് ഫ്രം ഹോളി സ്പിരിറ്റ് ആൻഡ് ടു റീഓർഗനൈസ് അവർ സെൽഫ്. നമ്മെ തന്നെ ഒന്ന് പുതുക്കിക്കൊണ്ട്, നമ്മെ തന്നെ ഒന്ന് പുതുക്കം പ്രാപിപ്പിച്ചുകൊണ്ട് we need to make some rearrangements. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം, നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല. നമ്മൾ ഒരിക്കലും വി ഹെസിറ്റേറ്റ് ടു ചേഞ്ച് അവർ സെൽഫ്. പലപ്പോഴും പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല, മാറാൻ നമ്മൾ ചിന്തിക്കുന്നില്ല, റീഓർഗനൈസ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഒന്നുകൂടെ ഒന്ന് പുനർക്രമീകരിക്കാനായിട്ട് നമ്മുടെ ആലോചനയില്ല. നമ്മൾ വെച്ചത് എന്താണോ അത് തന്നെ തുടരുകയാണ്. നമ്മൾ എന്താണോ ചെയ്തു വന്നത് അത് തന്നെ തുടരുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മൾ ഈ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോൾ വി നീഡ് ടു റീഓർഗനൈസ് അവർ സെൽഫ്, വി നീഡ് ടു പ്രയോറിറ്റൈസ് അവർ പ്രയോറിറ്റീസ്, റീഓർഗനൈസ് അവർ പ്രയോറിറ്റീസ്. അവിടെ നോക്കി 13ാമത്, അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി. നേരത്തെ അവിടെ ഇല്ലായിരുന്നു, നേരത്തെ അവിടെ ആളുകളെ നിയോഗിച്ചിട്ടില്ലായിരുന്നു.
എന്നാൽ ശത്രു ആക്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഹി മെയ്ഡ് എ റീ അറേഞ്ച്മെന്റ് ഓഫ് ഹിസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്ലാൻസ് ഓർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നമുക്ക് വളർച്ചയില്ല, ആളുകൾ വളരുന്നില്ല, ആത്മീയമായി നമുക്ക് വളർച്ച ഉണ്ടാകുന്നില്ല എന്നും ഇങ്ങനെ ഒരേ അവസ്ഥയാണ്. ശരിയാണ്. ബിക്കോസ് വി ആർ നോട്ട് റെഡി ടു ചേഞ്ച്, റീഓർഗനൈസ്. വി ആർ നോട്ട് പ്രയോറിറ്റൈസിങ്. reorganize our priorities. It was organized, but Nehemiah made a reorganization. അതിനെ ഒന്നുകൂടെ പുനർക്രമീകരിക്കാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലവും ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ നേരെ വരുന്ന വെല്ലുവിളിക്ക് ഉള്ള രണ്ടാമത്തെ റെമഡിയാണ് we need to reorganize our priorities. നമ്മൾ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? എന്തിനാണ് നമുക്ക് മുഖ്യമായ പ്രാധാന്യം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ വാട്ട് വി നീഡ് ടു പ്രയോറിറ്റൈസ്, എന്താണ് അതിന് കൊടുക്കേണ്ട പ്രയോറിറ്റി? പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ചില പ്രോഗ്രാമുകൾ അതിന് പ്രയോറിറ്റി ഉള്ളതായിരിക്കുകയില്ല. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയാൻ ശത്രു ശ്രമിക്കുമ്പോൾ വി നീഡ് ടു റീഓർഗനൈസ് അവർ പ്രയോറിറ്റീസ്. മൂന്നാമത്തെ ഒരു കാര്യം, അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, the third remedy that Nehemiah insisted for his people. വായിച്ചാട്ടെ 19 മുതൽ. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു, നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. Praise the Lord. അങ്ങനെ മതി. അവിടെ പ്ലേസ് ടു ഗ്യാദർ ഇൻ യൂണിറ്റി. ആദ്യം പലയിടത്തും പലരെയും പല സ്ഥലത്താക്കിയിരുന്നു. എന്നാൽ നെഹമ്യാവ് പറയുകയാണ്, ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലവുമാകുന്നു, നാം മതിൽമേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. വി ആർ സെപ്പറേറ്റഡ്. അപ്പോൾ ഇനി കാഹളനാദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും അടുക്കൽ കൂടിക്കൊള്ളണം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ചിതറിക്കിടക്കണ്ട, നമ്മൾ ഒന്നിച്ച് കിടക്കണം, ഒന്നിച്ചിരിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഹല്ലേലൂയ ഐക്യതയുടെ ആത്മാവിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളിയുടെ മണ്ഡലത്തിൽ അത് വ്യക്തിപരമായിക്കൊള്ളട്ടെ സഭാപരമായിക്കൊള്ളട്ടെ ഏതാണെങ്കിലും റെമഡിയിൽ വരേണ്ട മൂന്നാമത്തെ കാര്യം, വി നീഡ് ടു യുണൈറ്റ് അവർ സെൽഫ്. എവിടെയാണോ നമ്മൾ ചിതറിക്കിടക്കുന്നത്, ശത്രുവിന് നമ്മുടെ മേൽ ജയം കൊള്ളാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഒരാൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ ആ പ്രതിസന്ധിയിൽ ഒറ്റപ്പെടുത്തുന്നതല്ല ക്രൈസ്തവ മാർഗമെന്ന് പറയുന്നത്. പ്രതിസന്ധിയുടെ നടുവിൽ ഒറ്റക്കെട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒറ്റക്കെട്ടായിട്ടിരുന്ന് ഉപവസിക്കുന്ന, ഒറ്റക്കെട്ടായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന തലങ്ങൾ ഉണ്ടായി വരണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ കാലങ്ങളിൽ ചെറുപ്പത്തിലൊക്കെ സഭയിലൊക്കെ ഒരാൾക്കൊരു വിഷയം ഉണ്ടാകുക എന്ന് കേട്ട്, ഒരു പ്രതിസന്ധി ഉണ്ടാകാമെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എല്ലാവരും അവരുടെ സമയവും ആരോഗ്യവും എല്ലാം കളഞ്ഞിട്ട് വന്ന് ഒന്നിച്ചിരുന്ന ഉപവാസമാണ്. ആരും ആരോടൊന്നും പറയണ്ട, ഇന്നാർക്ക് വേണ്ടി അങ്ങ് പറഞ്ഞ് അങ്ങ് എല്ലാവരും കൂട്ടമായിട്ടൊരു അൺഒഫീഷ്യൽ ആയിട്ട് കൂടിയായിരുന്നു അങ്ങ് ഉപവസിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പലപ്പോഴും ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാലും ആരും അറിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞാലൊട്ട് മറ്റൊരാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നെഹമ്യാവിന് മനസ്സിലായി, ചിതറിക്കിടന്നാൽ പ്രൈസ് ദി ലോർഡ് ശത്രു കിടന്ന് നമ്മുടെ മേൽ വാട പോരും. ചിതറിക്കിടന്നാൽ ശത്രുവിന് നമ്മുടെ മേൽ ജയം പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവസഭയായി, ദൈവജനമായി എല്ലാവരോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഇതാണ്. പ്രൈസ് ദി ലോർഡ്. വി ഹാവ് ടു ബി യുണൈറ്റഡ് ഇൻ വൺ അക്കോർഡ്. നമ്മൾ ഒന്നിച്ച് ചേർന്നാൽ ശത്രുവിന് നമ്മെ തകർക്കാൻ കഴിയത്തില്ല, ദുഷ്ടന് നമ്മെ തകർക്കാൻ കഴിയത്തില്ല. വെൻ വി ക്രിയേറ്റ് ഡിസ്യൂണിറ്റി, ഇറ്റ് ഈസ് ഈസി ഫോർ ദി എനിമി ടു പെനിട്രേറ്റ് ഇൻ ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് ഉള്ളിലേക്ക്
കടന്നു വരാൻ അത് സാധിക്കും ശത്രുവിന്. എന്നാൽ ഒന്നിച്ച് കൂടി വരുമ്പോൾ, കാഹളനാദം കേൾക്കുമ്പോൾ, ആകാശത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ ഒന്നിച്ച് ആരാധനയുടെ കാഹളം മുഴുകുമ്പോൾ, വി യുണൈറ്റ് അവർ സെൽഫ് ടുഗെദർ, നമ്മൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവിടെ വിഭാഗ്യതയില്ല, വിഭിന്ന ചിന്തകളില്ല, ഗ്രൂപ്പുകളില്ല, പ്രൈസർ യാതൊന്നുമില്ല. നമ്മൾ ദൈവസഭയുടെ ഒരു അംഗമെന്ന നിലയിൽ, ഒറ്റ ശരീരം എന്ന നിലയിൽ ഒന്നിച്ചുള്ള ഒരു വലിയ ഹല്ലേലൂയ ഒത്തുചേരൽ. ഇറ്റ്സ് അനദർ റെമഡി ഫോർ ഫേസിങ് അവർ ചലഞ്ച്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ടതായ ഒന്നാമത്തെ കാര്യം നിലവിളിക്കുക, 2 റീഓർഗനൈസ് ചെയ്യുക, 3 ഗ്യാദർ ടുഗെദർ ഇൻ യൂണിറ്റി, ഒന്നിച്ച് ചേർന്ന് നിൽക്കുക. അവസാനമായ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ കാര്യം, പ്രതിസന്ധി ഘട്ടത്തിൽ എൻകറേജ് ഈച്ച് അതർ. 21-ാമത്തെ വാക്യം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട. അങ്ങനെ നിങ്ങൾ പണി നടത്തി, പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ കുന്തം പിടിച്ചു നിന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തൻ താന്താന്റെ വേലക്കാരനുമായി യെരൂശലേമിനകത്ത് പാർക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, 24/7 ആൾക്കാർ അലൈവായി. പകൽ പണിക്കാരും രാത്രി കാവൽക്കാരും. പ്രൈസ് ദി ലോർഡ്. രാത്രി കാവൽ നിൽക്കുന്നവൻ വിചാരിക്കുന്നത് എന്തോ എൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഞാനിവിടെ നിൽക്കുകയാണല്ലോ എന്ന് അല്ല അവൻ പറയുന്നത്. ഇല്ല, പകൽ ഞങ്ങളുടെ പണിക്കാർക്ക് പണിയണം, അവർ വിശ്രമിക്കട്ടെ, ഞങ്ങൾ കാവൽ നിൽക്കാം. രാത്രി പകൽ ജോലി ചെയ്യുന്നവർ ഈ വെയിലത്ത് കിടന്ന് ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത്, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇല്ല, അവർ പറയുന്നു മറ്റവർ രാത്രി മുഴുവൻ കാവൽ നിന്നവരാണ്, അവരുറങ്ങട്ടെ, ഞങ്ങൾ പണിയാം. പ്രൈസ് ദി ലോർഡ്. രാത്രി പണിയുന്നവർ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ഇന്ന് രാത്രി ഉറക്കളച്ച് ഇവിടെ നിൽക്കുന്നു, കാരണം നാളെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പണിയാം. സഹോദരന്മാർ പകൽ പണിയുന്നവർ വിചാരിക്കുന്നു രാത്രിയിൽ ഹല്ലേലൂയ അനേകർ സുഖകരമായി ഞങ്ങൾ ഈ പകലത്തിന്റെ വെയിലിൽ ചൂടേറ്റ് കിടക്കുന്നു. അല്ല, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ചിലർ രാത്രി കാലങ്ങളിൽ കാവൽ നിന്നവരായിട്ടുണ്ട്. It is a kind of a concern to encourage each other. Praise the Lord. Hallelujah. വെല്ലുവിളി നേരിടുമ്പോൾ അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അവൻ്റെ പ്രതിസന്ധി, അവൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നവനല്ല, ഒരുവൻ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. രാത്രി കാവൽ നിൽക്കുന്നവർ പകൽക്ക് ജോലി ചെയ്യാൻ വേണ്ടിയുള്ളവന് വേണ്ടി കാവൽ നിൽക്കുന്നു. പകൽ ജോലി ചെയ്യുന്നവൻ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിന്നവന് വേണ്ടി അവൻ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരുവൻ മറ്റൊരുവന് വേണ്ടി കരുതുന്നത്, പ്രൈസ് ദി ലോർഡ്, എൻകറേജ് ചെയ്യുന്നത്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് റെമഡി ടു ഫേസ് ചലഞ്ചസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലം നമ്മൾ പ്രതിസന്ധി നേരിടുമ്പോൾ ഒരുപക്ഷെ ഹല്ലേലൂയ എനിക്കൊരു പ്രതിസന്ധി ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ മൗനമായിരിക്കരുത്. എൻ്റെ സഹോദരൻ പ്രതിസന്ധിയിലാണെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവന് വേണ്ടി ജാഗരിപ്പാൻ, അവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അവന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകട്ടെ. പ്രതിസന്ധിയിൽ മുന്നേറാൻ കഴിയുന്നത് ഒരുവനെ സഹായിക്കുമ്പോൾ, ഒരുവന് വേണ്ടി കരുതുമ്പോൾ, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. 4 കാര്യങ്ങളാണ് പ്രതിവിധി എന്ന നിലയിൽ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ നേരെ വരുന്നതായ ആന്തരികമായ പ്രതിസന്ധിക്ക് മുന്നിൽ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. നമ്മുടെ മേൽ വരുന്ന ആന്തരികമായ പ്രതിസന്ധിക്ക് മുമ്പിൽ നമ്മുടെ പ്രയോറിറ്റൈസിനെ റീഓർഗനൈസ് ചെയ്യാം. നമ്മുടെ മേൽ വരുന്ന ആന്തരികമായ പ്രതിസന്ധിക്ക് നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കാം. നമ്മുടെ മേൽ വരുന്ന ആന്തരികമായ പ്രതിസന്ധിക്ക് ഒരുവൻ മറ്റൊരുവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ എൻകറേജ് ചെയ്യാനായിട്ടിടയായി തീരട്ടെ. പ്രതിസന്ധികൾ നമ്മുടെ ഉള്ളിൽ ആന്തരികവും ബാഹ്യവുമായി വരും. ബാഹ്യമായി വരുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ വെച്ച് കൊള്ളുക. ആന്തരികമായി വരുന്ന ഒരുപക്ഷെ നമ്മളുടെ ശക്തി ക്ഷയിച്ചു പോകുന്നത് തോന്നിയേക്കാം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാലിന്യതകൾ നമ്മുടെ മുന്നോട്ട് തടസ്സപ്പെടുത്തുന്നുണ്ടാകാം. ഭയം നമ്മെ തടസ്സപ്പെടുത്തുന്നുണ്ടാകാം. സുരക്ഷിതമില്ലായ്മ നമ്മെ തടസ്സപ്പെടുത്തുന്നുണ്ടാകാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വലിയ ക്രിയ ചെയ്യാനായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം.